الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ചു തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഉമവി രാജവംശത്തിലെ 7ാമത്തെ ഖലീഫയായ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തന്റെ കാലത്തെ പ്രമുഖ പണ്ഡിതനായ അബൂ ഹാസിമിനോട് ഒരിക്കൽ യാ അബാ ഹാസിം മാ ലനാ നക്റഹുൽ മൗത്ത്, അബൂ ഹാസിമേ, എന്താ നമ്മളിങ്ങനെ മരണത്തെ വെറുത്തു കളയുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചു. മരണത്തെക്കുറിച്ചുള്ള സംസാരം, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവർ ഇവരോടൊക്കെയും പൊതുവിൽ ആളുകൾക്ക് വെറുപ്പും അകൽച്ചയുമാണ് ഉണ്ടാവുക. പലപ്പോഴും മരണം മതപണ്ഡിതന്മാർക്ക് വിശ്വാസികളെ ഭയപ്പെടുത്തി ചൂഷണം ചെയ്യാനുള്ള ഒരായുധമാണ് എന്ന വെപ്പാണ് നമ്മൾ ജീവിക്കുന്ന വളരെ മതേതരമായ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എല്ലാ കാലത്തുമുള്ള ഒരു പ്രശ്നമാണിത്. മരണത്തോടുള്ള വെറുപ്പ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയുള്ള കാര്യമാണതെന്നും ഇത്തരം ആശങ്കകളും ചോദ്യങ്ങളുമൊക്കെ റസൂലിനോട് തന്നെയും ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഈ ചോദ്യത്തിന് അബൂ ഹാസിം റഹിമഹുല്ലാഹ് മറുപടി നൽകിയത് ലിഅന്നകും അമർതും ദുനിയാകും വഖറത്തും ഉഖറാകും. അതിന്റെ കാരണം നിങ്ങൾ കെട്ടിപ്പണിതുണ ഉയർത്തിയിട്ടുള്ളത്, വളരെ വിപുലമായി നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ദുനിയാവിനെയാണ്. അതിനിടയിൽ വഖറത്തും ഉഖറാകും, നിങ്ങളുടെ ആഖിറത്തിനെ, നിങ്ങളുടെ പരലോകത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയുകയും തകർത്തു കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫഅൻതും തക്റഹൂന അൻ തൻതഖിലൂ മിനൽ ഉംറാനി ഇലൽ ഖറാബ്. അങ്ങനെ വന്നാൽ പിന്നെ സ്വാഭാവികമായ കാര്യമാണ് വളരെ ഭദ്രമായി, മനോഹരമായി, സുന്ദരമായി കെട്ടിപ്പൊക്കിയ ഒരിടത്തു നിന്ന്, ഒരു ഭവനത്തിൽ നിന്ന് താൻ തന്നെ നശിപ്പിക്കുകയും തകർത്തു കളയുകയും ചെയ്ത മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ ഒരാൾക്ക് അനിഷ്ടമുണ്ടാവുക, ഒരാൾക്കതിൽ താല്പര്യമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തുടർന്ന് അബൂ ഹാസിമിനോട് ചോദിച്ചു, കൈഫ ഹാലുനാ ഇൻദല്ലാഹ്, പരലോകം തകർന്നുപോയോ എന്നൊക്കെയുള്ള കാര്യം അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെയൊക്കെ ഹാലെന്തായിരിക്കും എന്നറിയാൻ എന്താണ് മാർഗം? അബൂ ഹാസിം പറഞ്ഞു, ഇഅ്റദ് നഫ്സക അലാ കിതാബില്ലാഹ്, താങ്കളുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ കിതാബിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുക, അതിനഭിമുഖമായി നിർത്തുക, അതിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുക. ഖാല സുലൈമാൻ ഐന അജിദുഹു, ഖുർആനിൽ എവിടെയാണ് എനിക്ക് അള്ളാഹുവിന്റെ അടുത്തുള്ള എന്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹാസിം പറഞ്ഞു, ഫീ ഖൗലിഹി തആല ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. കാര്യം വളരെ കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, പുണ്യം ചെയ്തവർ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിലായിരിക്കും, അതേസമയത്ത് തെമ്മാടിത്തരം കാണിച്ചവർ, അധർമ്മകാരികൾ, അവർ അള്ളാഹുവിന്റെ നരകത്തിലുമായിരിക്കും എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിലാണെങ്കിൽ താങ്കളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്നും
മറിച്ചാണെങ്കിൽ താങ്കളുടെ സ്ഥാനം എന്തായിരിക്കുമെന്നും താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് നമ്മളെയൊക്കെ പോലെ അപ്പോൾ സ്വാഭാവികമായി ചോദിച്ചത് ഫഅൈന റഹ്മത്തുല്ലാഹ് യാ അബാ ഹാസിം, അബൂ ഹാസിം, അപ്പോൾ പിന്നെ അള്ളാന്റെ റഹ്മത്ത് എന്നൊക്കെ പറയുന്നത് അതെവിടെയാണ്? അള്ളാഹു വലിയ കാരുണ്യവാനാണല്ലോ. ഈ തെറ്റ് ചെയ്തവർ നരകത്തിലേക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫുജ്ജാറുകൾ നരകത്തിലേക്ക് എന്ന് പറയുമ്പോൾ, പിന്നെ അള്ളാന്റെ റഹ്മത്ത് എവിടെയാണ് പ്രവർത്തിക്കുക, അതെവിടെയാണ് വന്നു ചേരുക എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹാസിം പറഞ്ഞത് ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അത് ഇഹ്സാനോടുകൂടി ജീവിക്കുന്ന നല്ല ജീവിതം നയിക്കുന്നവരുടെ അവർക്ക് സമീപത്താണ്, അല്ലെങ്കിൽ അവരോടടുത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുക എന്ന് പറയുകയും ചെയ്തു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വീണ്ടും അബൂ ഹാസിമിനോട് ചോദിച്ചു ഫകൈഫ അർദുനാ അലല്ലാഹി ഗദൻ, എങ്ങനെയാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുക, ഏതവസ്ഥയിലാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുക? അബൂ ഹാസിം പറഞ്ഞത് അമ്മൽ മുഹ്സിനു ഫകൽ ഗായിബി ഫീ സഫരിൻ യുഖ്ദിമു അലാ അഹ്ലിഹി ഫയസ്തഖ്ബിലുഹുൽ അഹ്ലു ബിഫറഹിൻ, നല്ല മനുഷ്യനാണെങ്കിൽ, മുഹ്സിനാണെങ്കിൽ, അയാൾ ദീർഘമായ ഒരു യാത്രയിൽ സ്വന്തം നാട്ടിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമൊക്കെ അകന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന ഒരാളെ പോലെയായിരിക്കും. സ്വാഭാവികമായും അയാൾ വലിയ സന്തോഷത്തിലായിരിക്കും സ്വന്തം വീട്ടിലേക്കും വീട്ടുകാരിലേക്കും കടന്നു വരിക. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതിയായ സന്തോഷത്തിൽ ആയിരിക്കും അദ്ദേഹത്തെ ദീർഘകാലത്തിന് ശേഷം കണ്ടുമുട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുക. അതായിരിക്കും മുഹ്സിനായ മനുഷ്യന്റെ, ഒരു നല്ല മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അതിയായി ആഗ്രഹിക്കുകയും അതിയായി ഇഷ്ടപ്പെടുകയും തിരിച്ച് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ, അയാളെ സ്വീകരിക്കുവാൻ അതിയായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. വൽമുസീഉ കൽ അബ്ദിൽ ആബിഖി യുഖ്ദിമു അലാ മൗലാഹു, അതേ സമയത്ത് തെറ്റ് ചെയ്തയാൾ സ്വന്തം യജമാനനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് ആ ശ്രമം വിഫലമായി പോയതിനെ തുടർന്ന് നാണം കെട്ട് വഷളായി തന്റെ യജമാനന്റെ മുമ്പിലേക്ക് തന്നെ, സകല അധികാരങ്ങളും തന്റെ മേലുള്ള തന്റെ യജമാനന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്ന ഒരടിമയെ പോലെയായിരിക്കും ഒരു മുസീആയ മനുഷ്യൻ, തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യൻ കടന്നു വരിക എന്നും അബൂ ഹാസിം മറുപടി നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ നിന്നുകൂടി ജീവിതത്തിലേക്ക് ഗുണപാഠം സ്വീകരിക്കേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോളം മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമുക്ക് ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന, ജീവിതത്തിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവവുമില്ല എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ മുൻനിർത്തി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഇന്നക മയ്യിത്തുൻ, റസൂൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് തന്നെ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, റസൂലേ അങ്ങ് മരണപ്പെട്ടു പോകുന്നതാണ്. വ ഇന്നഹും മയ്യിത്തൂൻ, അവരൊക്കെയും മരണപ്പെട്ടു പോകുന്നതാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, അതിനുശേഷം അല്ലാഹുവിന്റെ അടുത്ത് പരസ്പരം തർക്കിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്ന ജീവിത യാഥാർത്ഥ്യത്തെ, ജീവിതത്തിന്റെ അനിവാര്യതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ മുൻനിർത്തി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ രണ്ട് തലത്തിൽ, ഒന്ന്, ഈ ദുനിയാവ് ഒരാളെ സംബന്ധിച്ചിടത്തോളവും ശാശ്വതമായ ഒരു കേന്ദ്രമല്ല, ശാശ്വതമായ അല്ലെങ്കിൽ ആത്യന്തികമായ വിജയപരാജയങ്ങൾ കൊതിക്കാവുന്ന, പ്രതീക്ഷിക്കാവുന്ന, ആത്യന്തികമായ സുഖമോ ദുഃഖമോ പ്രതീക്ഷിക്കാവുന്ന, അതനുഭവിക്കാമെന്ന് കരുതാവുന്ന ഒരു ലോകമല്ല ദുനിയാവ് എന്ന പാഠവും അനിവാര്യമായും
പരലോകത്തേക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, വിഭവങ്ങൾ നഷ്ടപ്പെട്ട്, നമ്മുടെ സ്വാധീനങ്ങൾ നഷ്ടപ്പെട്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിസ്സഹായരായി നമ്മൾ ചെയ്ത അമലുകളുടെ മാത്രം പിൻബലത്തിൽ കടന്നു ചെല്ലേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും എന്നതാണ്. റസൂലിന്റെ വഫാത്തിനെ തന്നെ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും നാം അനശ്വരത എന്ന് പറയുന്നത് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. അനശ്വരത ഒരാൾക്കും ഞാൻ വകവെച്ചു കൊടുത്തിട്ടില്ല, ഒരാൾക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. അഫഇമിത്ത ഫഹുമുൽ ഖാലിദൂൻ, ഇനി താങ്കളും മരിക്കും. അങ്ങനെ താങ്കൾ മരണപ്പെട്ടതിന് ശേഷം അവർ ശാശ്വതമായി ഈ ഭൂമിയിൽ വസിക്കും, ഈ ദുനിയാവിൽ വസിക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, ആ മരണം സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരായുസ്സിൽ അവരെ നാം നന്മ കൊണ്ടും തിന്മ കൊണ്ടും അല്ലെങ്കിൽ നല്ലതുകൊണ്ടും ചീത്ത കൊണ്ടും നാം അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഇലൈനാ തുർജഊൻ, എല്ലാറ്റിനും ശേഷം അവർ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ മുൻനിർത്തി, റസൂൽ മരിക്കും എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തി, അതുകൊണ്ട് നിങ്ങളും മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഹാജരാക്കപ്പെടും എന്ന യാഥാർത്ഥ്യം അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. ലോകത്തൊരാൾക്കും, സാക്ഷാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ദുനിയാവിൽ അനശ്വരത എന്ന് പറയുന്നത് അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലരും, ഈ ഭൂമിയിൽ അധികാരം വാഴുന്ന, ഈ ഭൂമിയിൽ ഏത് വിധേനയും ജീവിക്കുന്ന ഏതൊരാൾക്കും അനശ്വരതയുണ്ടാവുകയില്ല, ശാശ്വതമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല, മരിക്കുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യത്തെ, എല്ലാവരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മരണം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന വചനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മരണം നമ്മൾ മാത്രമാണ് അനുഭവിക്കാത്തത്. നമ്മുടെ മുമ്പിൽ എത്ര പേരാണ് മരണം രുചിച്ച്, മരണം അനുഭവിച്ച് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് തെല്ലെങ്കിലും നമുക്ക് വിചാരമുണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിത യാഥാർത്ഥ്യത്തെ മുഖവിലക്കെടുക്കാൻ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും, വളരെ ക്ഷണികമായ ഈ ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ഒന്നിനെ നിങ്ങൾ ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കണം, അഥവാ അൽ മൗത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗത്താണ്. ദുനിയാവിലെ കേവലമായ ആസ്വാദനങ്ങൾ, ആ ആസ്വാദനങ്ങളിൽ തട്ടിയാണ്, ആ ആസ്വാദനങ്ങളിൽ കെട്ടിക്കുടുങ്ങിയാണ്, ആ ആസ്വാദനങ്ങൾ തന്നെയാണ് പരമമായ ആനന്ദവും പരമമായ ആസ്വാദനവും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസമുള്ളവർ പോലും പരലോക വിശ്വാസമുള്ളവർ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് നിരന്തരമായി വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ ഹദീസുകൾ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിന്റെ വാഴുകൾ, ഇസ്ലാമിന് വാഴു നടത്താനുള്ള സംവിധാനങ്ങൾ, ഇവിടെ നിന്നൊക്കെ മരണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റിയെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യഥാർത്ഥത്തിൽ അഭിമുഖീകരിച്ച ഒരു സന്ദർഭം, നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങേണ്ടുന്ന പ്രവാചകന്റെ അരുളപ്പാടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത് എന്ന് പറയുന്ന വചനങ്ങൾ. റസൂലിനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന റസൂലിന്റെ അന്ത്യവചനങ്ങൾ
ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞിട്ടുള്ള വചനങ്ങളാണത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഹാഖിനതി വദാഖിനതി, എന്റെ മടിയിലും എന്റെ കവിളുകൾക്കും ഇടയിൽ കിടന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്, മരണപ്പെട്ടു പോയത്. വകാന ബൈന യദൈഹി റക്വത്തും ബിഹാ മാ, അവസാന അന്ത്യത്തോടടുക്കുന്ന സന്ദർഭങ്ങളിൽ റസൂലിന്റെ ചാരത്ത് ഒരു ചെറിയ തുകൽ പാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു. ഫകാന യമുദ്ദു യദഹു ഫീ ദാഖിലിൽ മാഇ വയംസഹു വജ്ഹഹു, ഇടക്കിടക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടി അതിൽ നിന്ന് വെള്ളം നനച്ച് ആ വെള്ളം കൊണ്ട് ചുണ്ടും അതുപോലെ തന്നെ മുഖവുമൊക്കെ ഇങ്ങനെ തടവുമായിരുന്നു. വയഖൂൽ, എന്നിട്ട് റസൂൽ അങ്ങനെ കടന്നിട്ട് പറഞ്ഞിട്ടുള്ള വർത്തമാനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, അല്ലാഹുവല്ലാതെ വേറെ ഇലാഹില്ല, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. അന്ത്യത്തോടടുക്കുമ്പോ, മരണത്തോടടുക്കുമ്പോ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന മഹത്തായ അനുഗ്രഹമാണ് അന്ത്യ നിമിഷങ്ങൾ, അവസാനത്തെ ശ്വാസം അടങ്ങിപ്പോകുന്ന ആ സന്ദർഭത്തിൽ തൗഹീദിന്റെ വചനം ഉച്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. റസൂൽ ആ വചനം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, തീർച്ചയായും മരണത്തിന്റെ കഠിനമായ പ്രയാസങ്ങളുണ്ട്, കഠിനമായ വേദനകളുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്ന് അല്ലാഹുവോട്, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുവേ എന്നെ നീ സക്കറാത്തുൽ മൗത്തിൽ, ഈ മരണത്തിന്റെ വേദനയിൽ നീ എനിക്ക് സഹായമരുളേണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മുഅ്മിനിന്റെ മരണം എങ്ങനെയാണ് സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി ആയിഷ റളിയല്ലാഹു അൻഹ സഹീഹായ ഹദീസിൽ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച്, ഒരു അവിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും അനിഷ്ടം കാണിച്ചാൽ അവരെ കാണുന്നതിന് അള്ളാഹുവിനും അനിഷ്ടമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള നമ്മുടെ വാതിൽ എന്ന് പറയുന്നത് മരണമാണ്. മരണത്തെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ വളരെ സന്തോഷത്തോടുകൂടി ആ മരിക്കുന്നയാളെ സ്വീകരിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും, മരണത്തെ ആരെങ്കിലും മറന്നും വെറുത്തും അനിഷ്ടത്തോടെയും മരണത്തെ മറന്ന്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ മറന്ന് ലക്കും ലഗാനുമില്ലാതെ ബെല്ലും ബ്രേക്കുമില്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ചാൽ ഉറപ്പായും അയാൾ കടന്നു ചെല്ലുന്ന വേളയിൽ അള്ളാഹുവിനും അനിഷ്ടവും കോപവും ഉണ്ടാകുമെന്നുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ് അകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പോ? ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, നമ്മളെല്ലാവരും മരണത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത്, മരണത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യാ ആയിഷ, അങ്ങനെയല്ല ആയിഷ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. വലാകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി അഹബ്ബ ലിഖാ അല്ലാഹ്, ഒരു സത്യവിശ്വാസി അയാളുടെ അന്ത്യ നിമിഷങ്ങളിൽ അയാൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അയാൾക്ക് ലഭിക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ പ്രീതിയെ കുറിച്ചും പൊരുത്തത്തെക്കുറിച്ചും അയാൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ചൊക്കെ സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അതിയായ കൊതിയുണ്ടാകും, ഇഷ്ടമുണ്ടാകും. അപ്പോൾ അള്ളാഹു അയാളെ കണ്ടുമുട്ടാനും ഇഷ്ടപ്പെടും. അതേസമയത്ത് നിഷേധിയായ താന്തോന്നിയായ മനുഷ്യൻ അയാൾ മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ, അയാളുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അയാൾ അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ചാണ് താക്കീത് നൽകപ്പെടുക. അയാൾക്ക് മുന്നറിയിപ്പ് കിട്ടുക മരിക്കുന്നതിന്റെ അവസാന സന്ദർഭത്തിൽ അയാൾ അഭിമുഖീകരിക്കാൻ പോകുന്ന കോപിഷ്ഠനായ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചായിരിക്കും.
കഴിക്കും. സ്വാഭാവികമായും അത് അയാൾക്ക് മരണത്തെക്കുറിച്ച് ഭയമുണ്ടാക്കും, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് വെറുപ്പുണ്ടാക്കും. അള്ളാഹു അയാളെ കണ്ടുമുട്ടുന്നതിനും ഒരു വിഭവവുമില്ലാതെ, നല്ല ഒരു അവസരം കൊടുത്തിട്ട് ഒരു വിഭവവുമില്ലാതെ തന്റെ മുമ്പിലേക്ക് എളിഭ്യനായി, നേരത്തെ അബൂ ഹാസിം റഹിമഹുള്ള പറഞ്ഞതുപോലെ അവസരങ്ങൾ കിട്ടിയിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിൽ നിന്ന് വിട്ടകന്നു പോകാൻ, അള്ളാഹുവിന്റെ മാർഗത്തെ അവലംബിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് കുതറിയോടാൻ ശ്രമിച്ച് ആ ശ്രമം ഫലം കാണാതെ പിന്നീട് എളിഭ്യനായി വഷളനായി ആ യജമാനന്റെ മുമ്പിലേക്ക് തന്നെ തിരികെ കയറി വരേണ്ടി വരുന്ന വഷളത്തരത്തിലായിരിക്കും കാഫിറായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ തെമ്മാടിയായ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നും അബൂ ഹാസിം പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായിരിക്കും ഒരു മുഅ്മിൻ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ സന്തോഷ വാർത്തയും ഈ മുന്നറിയിപ്പുമൊക്കെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മരണാസന്നനാകുന്ന സമയത്ത് അയാളുടെ മരണശയ്യയിലേക്ക് കടന്നു വരുന്നത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ വിശദീകരണം എന്നുള്ള നിലക്കുള്ള ചില കാര്യങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ അറിയിച്ച കാര്യമാണ്, അന്നൽ മുഅ്മിന ഇദാ നാമ അലാ ഫിറാശിൽ മൗതി ജാഅത്ഹു മലായികത്തുൻ ബീദുൽ വുജൂഹ് കഅന്ന വുജൂഹഹും അശ്ശംസ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ അയാളുടെ മരണക്കിടയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ ചാരത്തേക്ക് പ്രസന്ന മുഖമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ, വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ പോലെ മുഖകാന്തിയുള്ള അള്ളാഹുവിന്റെ മാലാഖമാർ അയാളുടെ ചാരത്തേക്ക് കടന്നു വരും. അവരുടെ കൈവശം സ്വർഗത്തിൽ നിന്ന് അവർ കരുതി വെച്ച കഫൻ പുടവകളുണ്ട്, അവരുടെ കൈവശം സ്വർഗത്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന കർപ്പൂരവുമുണ്ട്. അതൊക്കെ കൊണ്ട് അയാളുടെ അടുത്ത് അവർ ഹാജരാകും. അങ്ങനെ ആ റഹ്മത്തിന്റെ മാലാഖമാർ മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യന്റെ ചാരത്ത് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു പരന്ന് മലക്കുകളുടെ സാന്നിധ്യം, ഈ സുന്ദരന്മാരായ മലക്കുകൾ കണ്ടാൽ തന്നെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന മുഖകാന്തിയുള്ള അള്ളാഹുവിന്റെ മാലാഖമാർ കണ്ണെത്താ ദൂരത്തോളം പരന്ന് ആ മനുഷ്യന്റെ ചാരത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സന്തോഷ വാർത്തയുമായി കടന്നു വന്നിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു നല്ല ഒരു ആംബിയൻസിലേക്കാണ്, ഈ ഒരു നല്ല വൈബിലേക്കാണ് മലക്കുൽ മൗത്ത് വന്ന് എത്തിച്ചേരുകയും അങ്ങനെ മലക്കുൽ മൗത്ത് ഈ മനുഷ്യന്റെ ചാരത്ത് വന്നിരിക്കുകയും ചെയ്യും. അയാളുടെ തലഭാഗത്ത് വന്നിരുന്ന് മലക്കുൽ മൗത്ത് വയുനാദി അലാ റൂഹിഹി ത്വയ്യിബ, അയാളുടെ നല്ല ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് പറയും, യാ അയ്യതുഹ റൂഹു ത്വയ്യിബ, അല്ലയോ നല്ല ആത്മാവേ, ഉഖ്റുജി ഹമീദതൻ, പ്രശംസനീയമായി വിടവാങ്ങിക്കൊള്ളുക, വളരെ സ്തുത്യർഹമായ രീതിയിൽ ഈ ശരീരം വിട്ട് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഇറങ്ങി വരിക എന്ന് പറയും. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മേത്തരം സുഖങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മേത്തരം സുഗന്ധങ്ങളെക്കുറിച്ചും ഒക്കെ സന്തോഷ വാർത്ത കൈക്കൊള്ളുക, സ്വീകരിച്ചുകൊള്ളുക എന്ന് പറയും. അങ്ങനെ അതേപോലെ തന്നെ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെട്ട, നിന്റെ ജീവിതത്തിൽ പൊരുത്തമുള്ള, ഒരു നിലക്കും നിന്നോടൊരു അനിഷ്ടവും കോപവുമില്ലാത്ത നിന്റെ റബ്ബിനെ കുറിച്ചും സന്തോഷ വാർത്ത കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ സന്തോഷിച്ചുകൊള്ളുക. അങ്ങനെ ആ ശരീരം വിട്ട് ആ മുഅ്മിനിന്റെ റൂഹ് ഇറങ്ങുകയും അത് വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ആ റൂഹ് ശരീരത്തോട് വിട പറയുകയും, ഫലാ തദഉഹൽ മലായികതു ഫി യദി മലക്കിൽ മൗത്ത് തർഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും മലക്കുൽ മൗത്തിന്റെ കൈകളിൽ ആ റൂഹിന് ഇരിക്കാനുള്ള അവസരം കൊടുക്കാതെ നേരത്തെ സജ്ജമായി നിന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ആ റൂഹിനെ ഏറ്റുവാങ്ങുകയും 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് ആ റൂഹുമായി കടന്നു ചെല്ലുകയും ചെയ്യും. ഇങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ പുറമേക്ക് കാണുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ആകുലതകളും എന്തൊക്കെ പടച്ചിലുകളുമാണ് അയാൾക്കുള്ളത് എന്നതിനപ്പുറത്ത് അതൊക്കെ മരണത്തിന്റെ സ്വാഭാവിക
സ്വാഭാവികതയും മരണത്തിന്റെ ഒരു സക്കറാത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതിനകമേ അയാളുടെ റൂഹ് അനുഭവിക്കുന്ന ആനന്ദവും ആഹ്ലാദവും എന്താണ് എന്ന് നമുക്ക് അറിയാനോ നമുക്ക് മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യമാണ്. അയാൾ വളരെ നേരത്തെ പ്രിപ്പയർഡായി, വളരെ ആകസ്മികമായി സംഭവിക്കുന്ന മരണങ്ങളിൽ പോലും വിശ്വാസിയായ മനുഷ്യൻ വളരെ പ്രിപ്പയർഡായി, വളരെ നേരത്തെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് നേരത്തെ തന്നെ ഒരുങ്ങി മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് തനിക്ക് ലഭിക്കാനുള്ള സ്വർഗം മുന്നിൽ കണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, പ്രീതിയെക്കുറിച്ച്, പൊരുത്തത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് തന്നെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന, തന്നിൽ അതീവ തൽപരനായ, തന്നിൽ പ്രീതിയും സന്തോഷവും മാത്രമുള്ള റബ്ബിനെ കുറിച്ചുള്ള സൽവചനങ്ങൾ അല്ലെങ്കിൽ സന്തോഷ വാർത്തകൾ സ്വീകരിച്ചുകൊണ്ട് വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഒരു വിശ്വാസിയുടെ ഉടലിൽ നിന്ന് അയാളുടെ ആത്മാവിന്റെ, അയാളുടെ റൂഹിന്റെ വിടവാങ്ങൽ പ്രക്രിയ ഉണ്ടാവുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം എന്ന് പറയുന്നത്, ഏതൊരാളുടെയും മരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഒരുപാട് നമ്മൾ ഒരുപക്ഷെ ഒരായുസ് കൊണ്ട് കണ്ടിട്ടില്ലാത്ത അത്രയും ആനന്ദം, അനുഭവിച്ചിട്ടില്ലാത്ത അതിന്റെ എത്രയോ മടങ്ങ് ആനന്ദം ഒരു മനുഷ്യൻ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന, ഒരു ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ഏതാനും നിമിഷങ്ങളാണ് സക്കറാത്തിന്റെ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ആ നിമിഷങ്ങളെ ബിൽ ഖൗലി സാബിത്, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ സമയത്തും അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിലുള്ള വിശ്വാസവും കൈവിടാതെ, നേരത്തെ പറഞ്ഞ ഈ ഒരു അവസ്ഥയിലാണ്, ഈ സന്തോഷകരമായ റബ്ബിനെ കുറിച്ചുള്ള വളരെ ആനന്ദകരമായ ഒരു ഓർമ്മയിലാണ് ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്ത് അയാളുടെ ശരീരം ബാക്കിയാക്കി വിട പറഞ്ഞു പോവുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. വളരെ സുദീർഘമായ ഹദീസിൽ നിഷേധിയായ ഒരു മനുഷ്യന് ഇതിന് നേരെ വിപരീതമായി എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുക എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, നമുക്ക് മുമ്പിൽ നമുക്കറിയാവുന്നവർ, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂടെ കഴിഞ്ഞിരുന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വാർത്തകൾ അല്ലെങ്കിൽ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ സേഫാണ് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് സംഭവിക്കുന്നത് വരെ എന്റെ മരണത്തെ എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് മരണത്തിന്റെ ഒരു വിക്രിയ എന്ന് പറയുന്നത്. അതേസമയത്ത് അതിനെ ധാരാളമായി ഓർക്കണമെന്ന്, അതിനെ ഭയപ്പെടണം എന്നതിനപ്പുറത്ത് അതൊരു വാതിലാണ് എന്നും, പുതിയ ലോകത്തേക്കുള്ള, അനശ്വരമായ ഒരു ലോകത്തേക്കുള്ള വാതിലാണെന്നും, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് യഥാർത്ഥത്തിൽ അവിടെയാണ് കിടക്കുന്നത്. അതാണ് യഥാർത്ഥ ജീവിതമെന്നും ഇത് നമ്മൾ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങൾ, ആ അർത്ഥത്തിലുള്ള ചില വിചാരങ്ങൾ, ചില ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാകാനും അത് നമ്മുടെ ജീവിതത്തിൽ കെടാതെ സൂക്ഷിക്കാനുമുള്ള ഗുണപാഠങ്ങൾ കൂടി റസൂലിനെ സ്മരിക്കുന്ന ഈ സന്ദർഭം, റസൂലിന്റെ സീറയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭം നമ്മളിൽ ഉണർത്തുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ സ്വാലിഹുകളിൽ ഉൾപ്പെട്ട് അല്ലാഹു നമ്മോട് കൽപ്പിച്ചതുപോലെ മുസ്ലിമായിട്ട് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഉറച്ച് മരിക്കുവാൻ, സ്ഥൈര്യത്തോടുകൂടി മരിക്കുവാൻ, അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ മലക്കുകളിലൂടെ ഏറ്റുവാങ്ങാൻ ഒക്കെയുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ളവരെ,
കഴിഞ്ഞ ആഴ്ച വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ മഹല്ലിൽ ചുങ്കത്ത് താമസിച്ചിരുന്ന കോഴിപ്പറമ്പൻ റഫീഖ് എന്നവർ അല്ലാഹുവിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച അത് പറയാൻ വിട്ടുപോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അൽ ജാമിയയിലെ PG വിഭാഗം മുർഷിദായ ബഹുമാന്യനായ ഗഫൂർ സാഹിബിന്റെ അഭിവന്ദിയായ മാതാവ് വിളയിൽ പറപ്പൂർ പാറക്കുളങ്ങര അബ്ദുള്ള ഹാജിയുടെ ഭാര്യ ആയിഷക്കുട്ടി എന്നവർ കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതങ്ങളിൽ അല്ലാഹു അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ സൽക്കർമ്മങ്ങളൊക്കെയും അല്ലാഹു സ്വീകരിച്ച് അവർക്ക് മതിയാവോളം പ്രതിഫലം നൽകി അല്ലാഹു തുണക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم أرنا في الظالمين عجائب قدرتك اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المظلومين المستضعفين المجوعين في غزة اللهم انصرهم واهزم أعداءهم أجمعين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا